ഈ ഒരു കുഞ്ഞം വാൽവ് ഉണ്ടോ? ഈ ഒരു വാൽവ് മാറുന്നതിന് പകരം നിങ്ങൾ ചിലപ്പോൾ 10,000-ന് മുകളിൽ എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ വണ്ടി. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വർക്ക് സ്വിഫ്റ്റ് ഉണ്ടോ, സ്വിഫ്റ്റിലെ റിറ്റ്സ്. അപ്പൊ പറയാൻ പറ്റുന്നത് ഈ ഒരു വാൽവ് ഉണ്ടല്ലോ, ഈ വാൽവ് ഒരു കുഞ്ഞം വാൽവ്. ഇത് മാറ്റുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങൾ കംപ്രസർ, എസിന്റെ കംപ്രസർ മാറിയിട്ടുണ്ടാവും. അതായത് എസിന്റെ കംപ്രസർ കണ്ടൻസർ കാര്യമൊക്കെ മാറിയിട്ടുണ്ടാവും, നല്ലൊരു എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു വാൽവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രഷർ, അതായത് ലോ പ്രഷർ കൂടുതലാവും, സെക്ഷൻ കുറവായിരിക്കും. അപ്പൊ ആ സമയത്ത് ഈ ഒരു വാൽവ് മാറിക്കഴിഞ്ഞാൽ ആ കംപ്രസർ റെഡി ആവും, എസി കംപ്രസർ റെഡി ആവും. അപ്പൊ അതിന് പകരം കംപ്രസർ മാറേണ്ട ആവശ്യമില്ല, ഏറ്റ വാൽവ് ഇത് കംപ്രസറിനകത്ത് കംപ്രസർ അയച്ചിട്ട് മാറണം കേട്ടോ. അപ്പൊ ഇത് മാരുതിന്റെ ഡീസൽ വണ്ടികൾക്ക് ഉള്ള ഡീസൽ വണ്ടികൾ മാത്രമല്ല, പെട്രോൾ വണ്ടികൾ ഉണ്ടാവില്ല കേട്ടോ ഈ വാൽവ്. പിന്നെ ചില വണ്ടികൾക്ക് ഡസ്റ്ററിനും കാര്യങ്ങളുണ്ട്, പോളൊക്കെ ഉണ്ട്. ഈ വാൽവ് ഉണ്ട് കേട്ടോ, അത് മാറിയാൽ മതി. അതായത് കംപ്രസർ സക്ഷൻ ഇല്ല, പമ്പിങ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൽവ് മാറിയാൽ മതി. ചിലപ്പോൾ റെഡി ആവും, ചിലപ്പോൾ അല്ല അധികം റെഡി ആവാൻ. ഇനി കംപ്രസറിനുള്ളിൽ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇത് മാറിയിട്ട് ചിലപ്പോൾ റെഡി ആവാൻ ചാൻസ് കുറവുള്ളൂ. അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ റിറ്റ്സിൽ ഭയങ്കരമായിട്ട് സക്ഷൻ കുറവായിരുന്നു. ഞാൻ കാണിച്ചു വീഡിയോയില് സക്ഷന്റെ ഇത് കാണിച്ചു തരാം. തീരെ കൂളിംഗ് ഇല്ല, ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ സക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൂളിംഗ് ഉണ്ടാവില്ല. അപ്പൊ നേരെ നമ്മൾ ഇതിന്റെ വാൽവ് മാറിയിട്ടുണ്ട്. ഈ ഒരു വാൽവ് മാറിയിട്ടുണ്ട്. ഈ കംപ്രസറിന് ഏകദേശം 13 രൂപ റേറ്റ് ഒക്കെ വരും. കംപ്രസർ മാറുമ്പോൾ എന്തെങ്കിലും കണ്ടൻസും കാര്യങ്ങളൊക്കെ മാറണം കേട്ടോ. അപ്പൊ നല്ലൊരു എമൗണ്ട് വരും. പക്ഷെ ഈ ഒരു വാൽവ് മാറി കഴിഞ്ഞാൽ അത്ര എമൗണ്ട് ഒന്നും വരില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ വണ്ടിക്ക് ഇതേപോലെ പമ്പിങ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ, ഡീസൽ വണ്ടിയാണ് കേട്ടോ, പ്രത്യേകமான ഡീസൽ വണ്ടിയാണ്, പെട്രോൾ വണ്ടിക്ക് ഉണ്ടാവില്ല. പമ്പിങ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ വാൽവ് മാറ്റിക്കഴിഞ്ഞാൽ നല്ല കൂളിങ്ങും കാര്യങ്ങളും കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ ഫുള്ള് കളഞ്ഞിട്ട് കംപ്രസർ അഴിച്ച് പുറത്തേക്ക് എടുക്കണ്ടാവും. കംപ്രസർ അഴിക്കണമെന്നുണ്ടെങ്കിൽ ബമ്പറും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇന്റർകൂളർ അവിടെ നിന്ന് അഴിച്ച് മാറ്റാം, നമുക്ക് സുഖസുന്ദരമായിട്ട് അഴിക്കാൻ പറ്റും കേട്ടോ. കംപ്രസർ അഴിച്ച് പുറത്തെടുത്തതിന് നമുക്ക് ഈ വാൽവ് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഇന്റർകൂളറും കാര്യങ്ങളും അവിടെ നിന്ന് അഴിച്ചെടുക്കണം. അതിനുശേഷം അവിടുത്തെ പൈപ്പും കാര്യങ്ങളും കംപ്രസറിലേക്ക് ഉള്ള പൈപ്പും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റണം. അപ്പോൾ ഇതാ കംപ്രസർ നമ്മൾ അഴിച്ച് പുറത്തേക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു 6 സ്ക്രൂ ഉണ്ടല്ലോ, അല്ല 6 ബോൾട്ട്, അത് അഴിച്ച് ഈ ബാക്കത്തെ മൗത്തിന് അയച്ചെടുക്കണം. അതിനകത്താണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ലൂസാക്കാം ആദ്യം. അപ്പോൾ ഈ 6 ബോൾട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം ലൂസാക്കിയിട്ട് കേട്ടോ. ഇനി ഓരോന്നോരോന്നായിട്ട് അയച്ചെടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ കേട്ടോ, അത് പെട്ടെന്ന് പോരും. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ആ ഒരു ബാക്ക് ഭാഗം മാത്രം, ഫ്രണ്ട് ഭാഗം ഒന്നും അയക്കണ്ട, ഈ ഒരു ബാക്ക് ഭാഗം മാത്രം അയച്ചിട്ട് അതിനകത്താണ് വാൽവ് വരുന്നത്. 10ന്റെ ബോൾട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം അയച്ചിട്ടുണ്ട്. നയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്തേക്ക് അഴുക്കും കാര്യങ്ങളൊന്നും പോകരുത്, ഒരു തരി അഴുക്കും കാര്യങ്ങളും പോകരുത്, നല്ല വൃത്തിയായിട്ട് അഴിച്ചെടുക്കണം. അപ്പോൾ മൗത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ കാണാൻ ആ വാൽവ്, ഞാൻ അതിൻ്റെ മുകളിലൊരു 17ന്റെ ഞെട്ടുണ്ടാക്കി, ആ ഞെട്ട് അയച്ചെടുക്കുക കേട്ടോ. നയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയും മറിയൊന്നും ചെയ്യരുത്. അഴിച്ചത് എങ്ങനെ അതേപോലെ തന്നെ തിരിച്ചതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതാ വാൽവും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഇതാണ്ട് ഇതിൻ്റെ പിസ്റ്റനും കാര്യങ്ങളും കേട്ടോ, കംപ്രസറിൻ്റെ അടുത്ത പിസ്റ്റനും കാര്യങ്ങളാണ്. ബാക്കിയുള്ള സാധനങ്ങൾ ഇതാ ഓരോന്നോരോന്നതിൻ്റെ വെച്ചിട്ടുണ്ട്. ഇതാണ് വാൽവ് കേട്ടോ. വാൽവിൻ്റെ സൈഡ് ഭാഗം കണ്ടോ, ഒരു ബ്ലാക്ക് കളർ അവിടെ തേയ്മാനം വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ പിസിലും കാര്യങ്ങളും അതിൻ്റെ അടുത്തേക്ക് കയറിയിട്ടുണ്ടോ. അപ്പം ഈ കംപ്രസറിൻ്റെ ഓയിൽ, പഴയ ഓയിലൊക്കെ നമ്മൾ ക്ലീൻ ഒഴിവാക്കും. അതായത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് പുതിയ ഓയിൽ ഒഴിച്ച് സെറ്റാക്കും കേട്ടോ. ഈ പഴയ ഓയിൽ ഒക്കെ ഒഴിവാക്കും, നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത് നമ്മൾ വാൽവ് കയറ്റിയിട്ട് റെഡി ആക്കുള്ളൂ. അതാണെങ്കിൽ പിന്നെ ആ വാൽവ് കംപ്ലൈൻ്റ് ആവും. നല്ലപോലെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കംപ്രസർ മാറും. ചെറിയ അഴുക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ പുതിയ വാൽവ് കേട്ടോ. ഈ വാൽവാണ് ഞാൻ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. പുതിയ വാൽവ് മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഓയിലൊക്കെ കാര്യങ്ങളൊക്കെ ആക്കി ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഞാൻ കാണിച്ചു തരാം. എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AC ഗ്യാസൊക്കെ അടിച്ച് സക്ഷൻ കണ്ടോ, 40ന് ചൂടേക്ക് വന്നിട്ടുണ്ടോ. മറ്റേത് 60ൻ്റെ മുകളിൽ പോയിരുന്നു, 60-70ൻ്റെ ഒക്കെ മുകളിൽ നിന്ന് സക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ 40 ചൂട വന്നിട്ടുണ്ട്. ഓക്കെ ഉണ്ട്. ഇനി എൻ്റെ ടെമ്പറേച്ചർ ഞാൻ കാണിച്ചു തരാം. ACൻ്റെ കൂളിങ്ങിൻ്റെ ടെമ്പറേച്ചർ 7ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനിയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ 7 ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ പിന്നെയും കുറഞ്ഞിട്ടുണ്ട്, ഒരു 5 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വണ്ടി കൂളിംഗ് ആയിരുന്നു. വന്നപ്പോൾ ഒരു തരി കൂളിംഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇതുപോലത്തെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നു കേട്ടോ. നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയില്ല, പെരിന്തൽമണ്ണ അമ്മിനിക്കാട് EMS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട്.